ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുസ്ലിമുകൾക്കിടയിൽ കണ്ടുവരപ്പെടുന്ന ഖുർആൻ ഓതുമ്പോൾ സംഭവിക്കുന്ന പിഴവുകൾപ്പെട്ട ഒന്നാണ് ആടിക്കൊണ്ട് ശരീരം അല്ലെങ്കിൽ തല ഒക്കെ കുലുക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ യഹൂദികളുടെ പ്രവൃത്തിയാണ്. അഷേഖ് അല്ലാമ അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അത് അഹൽ കിതാബിൻ്റെ പ്രവൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് യഹൂദരും നസ്രാണികളും. എന്തുകൊണ്ടാണ് യഹൂദികൾ എന്ന് വിളിക്കാൻ കാരണം പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. തഫ്സീറുൽ ബഗവിയിലും തഫ്സീർ ഇബ്നു കസീറിലൊക്കെ കാണാൻ സാധിക്കും. അതിൽ അബു അംർ ബിൻ അല റഹിമഹുല്ലാഹ് ഖാരിയായിരുന്ന ഖുറാക്കളിൽപ്പെട്ട അഹ്ലുസുന്നത്തിലെ പണ്ഡിതനായിരുന്നു അദ്ദേഹം. അശ്ശരിയത്തു നിന്നൊക്കെ രക്ഷപ്പെട്ട സലഫി പണ്ഡിതൻ. അദ്ദേഹം പറയാറ് ലിഅന്നഹും യതഹവ്വദൂൻ, അവര് തഹവ്വുദ് ചെയ്യാറുണ്ടായിരുന്നു യഹൂദികൾ, അതുകൊണ്ടാണ് അവരങ്ങനെ വിളിച്ചത്. അതായത് യതഹറകൂന ഇൻദ ഖിറാഅത്തി തൗറാത്ത്, അതായത് അവര് തൗറാത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് അവര് ഇങ്ങനെ കുലുങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ആടിക്കൊണ്ടായിരുന്നു എന്ത് ചെയ്യാറുണ്ടായിരുന്നത്, അവർ ഓതാറുണ്ടായിരുന്നത്, അവരങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഈ ഒരു കാര്യത്തിനെ എതിർത്തിട്ടുണ്ട്. അഷേഖ് ബക്കർ അബൂ സൈദ് റഹിമഹുല്ലാഹ് ബിദ്അഉൽ ഖുറാ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ 57-ാമത്തെ പേജിൽ ഈ ഒരു കാര്യത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത് പിഴവുകളിൽപ്പെട്ടതാണ് എന്ന കാര്യം അദ്ദേഹം അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ യഹൂദരോടും നസ്രാണികളോടൊക്കെ സാദൃശ്യപ്പെടുന്നതിനൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ വിലക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസിൽ മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവനിൽപ്പെട്ടവനായി. അപ്പോൾ മുസ്ലിമീങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. യഹൂദികളോട് സാദൃശ്യപ്പെടാതിരിക്കാൻ നമ്മൾ മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തുക. വല്ലാഹു അഅലം. സുബ്ഹാനക വബിഹംദിക ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.